നമുക്ക് മൊഡ്യൂൾ 8 പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് നോക്കാം. മെൻഡേലിയൻ ലോസ്, മെൻഡൽ കണ്ടെത്തിയ അടിസ്ഥാന നിയമങ്ങൾ, സവിശേഷതകൾ തലമുറകളിലേക്ക് എങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നതാണ് വിശദീകരിക്കുന്നത്. പിന്നെ വരുന്നത് മോണോഹൈബ്രിഡ് ഡൈഹൈബ്രിഡ് ക്രോസുകളാണ്. ഒരു ജോഡി സ്വഭാവം മാത്രം ശ്രദ്ധിക്കുന്നതാണ് മോണോഹൈബ്രിഡ് ക്രോസ്. 2 ജോഡി സ്വഭാവങ്ങൾ ഒരുമിച്ച് ശ്രദ്ധിക്കുന്നതാണ് ഡൈഹൈബ്രിഡ് ക്രോസ്. ഇവയുടെ ഫീനോടൈപ്പിക് ജീനോടൈപ്പിക് അനുപാതങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്ക് റേഷ്യോകളൊക്കെ എന്തൊക്കെയാണ് നോക്കാം. ആദ്യത്തെ മോണോഹൈബ്രിഡ് ക്രോസ് ആണ്, അതായത് ഒരൊറ്റ സ്വഭാവമാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത്. അതിലെ ഫീനോടൈപ്പിക് റേഷ്യോ, അതായത് കാഴ്ചയിൽ എങ്ങനെയാണ് വരുന്നതെന്ന് 3:1 ആണ്. ഡോമിനൻ്റ് ഈസ് ടു റെസസീവ് എന്നുള്ള കണക്കിനാണ്. ജീനോടൈപ്പിക് റേഷ്യോ ആണെങ്കിൽ ഇവിടെ ജീനിലാണ് പറയുന്നത് 1:2:1. ഹോമോസൈഗസ് ഡോമിനൻ്റ് ഈസ് ടു ഹെട്രോസൈഗസ് ഈസ് ടു ഹോമോസൈഗസ് റെസസീവ്, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുമ്പോൾ 2 സ്വഭാവങ്ങൾ ഒരുമിച്ച് വരുന്നതാണ്. 2 ജോഡി സ്വഭാവങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് വിത്തിൻ്റെ നിറവും രൂപവുമാണ് കണക്കാക്കുന്നത്. അതിൽ ഫീനോടൈപ്പിക് റേഷ്യോ 9:3:3:1 ആണ്. ജീനോടൈപ്പിക് റേഷ്യോ ഇത് വളരെ വലുതാണ്, അതായത് 1:2:1:2:4:2:1:2:1 എങ്കിലും പ്രധാനപ്പെട്ടത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഏതാണ്? ഫീനോടൈപ്പിക് റേഷ്യോ ആണ്. പിന്നെ വരുന്നത് എക്സ്റ്റൻഷൻ ഓഫ് മെൻ്റലിസം ആണ്, അതായത് പ്രത്യേക സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന്. മെൻ്റലിൻ്റെ സാധാരണ നിയമങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്ന ചില അനുപാതങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത് മിറാബിലിസ് ജലാപ്പയാണ്, അതായത് 4 മണിപ്പൂവ്. ഫീനോടൈപ്പിക്കും ജീനോടൈപ്പിക്കും റേഷ്യോ ഇവിടെ രണ്ടും തുല്യമായിട്ടാണ് വരുന്നത്, 1:2:1. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. ഇപ്പം ഞാൻ പറയുന്നത് സെറ്റ് എക്സാമിന് മാത്രം ഇമ്പോർട്ടൻ്റ് ആയതല്ല, ലൈഫ് സയൻസ് നിങ്ങൾ നെറ്റ് എക്സാം എഴുതുമ്പോഴും സ്ഥിരമായി ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ റേഷ്യോസ് പഠിക്കണം. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, ജീനോടൈപ്പിക് റേഷ്യോ, ഫീനോടൈപ്പിക് റേഷ്യോ തുല്യമായിരിക്കുമെന്ന് ഓർത്ത് വയ്ക്കുക. ഇവിടെ പൂർണ്ണമായ ആധിപത്യം, അതായത് ഡോമിനൻസിന് ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ എന്ത് വരുന്നത്, ഒരു ഇൻ്റർമീഡിയറ്റ് കളർ, ഇടനില സ്വഭാവമായിട്ട് പിങ്ക് കളർ കാണപ്പെടുന്നത്. ഇനി കോഡോമിനൻസ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇതിലെ ഉദാഹരണം എന്ന് പറയുന്നത് കന്നുകാലികളിലേക്ക് നിറമാണ് വരുന്നത്. പിന്നെ AB ബ്ലഡ് ഗ്രൂപ്പും. ഇവിടെ ഫീനോടൈപ്പിക് ആൻഡ് ജീനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 1:2:1 തന്നെയാണ്. ഇവിടെ 2 അലീലുകളും ഒരുപോലെയാണ് പ്രകടമാവുന്നത്. ഇനി റെസസീവ് എപ്പിസ്റ്റാസിസിൽ അതിൻ്റെ ഉദാഹരണം എലികളിലെ നിറമാണ്. അതിൻ്റെ ഫീനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 9:3:4 ആണ്. ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദാഹരണം ഈ വേനൽക്കാലത്ത് സ്ക്വാഷ് എന്ന് പറയും. അതിൻ്റെ ഫീനോടൈപ്പിക് റേഷ്യോ 12:3:1 ആണ്. കോംപ്ലിമെൻ്ററി ഇൻട്രാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഉദാഹരണം ലതൈറസ് ഒഡോറേറ്റസ് ആണ്, സ്വീറ്റ് പീ എന്ന് പറയും. അതിൻ്റെ ഫീനോടൈപ്പിക് റേഷ്യോ പഠിക്കണം. കോംപ്ലിമെൻ്ററി ഇൻട്രാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, 9:7 ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 9:3:3:1 എന്ന സാധാരണ ഡൈഹൈബ്രിഡ് അനുപാതത്തിൽ വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ എപ്പിസ്റ്റാസിസിൽ കാണുന്നതെന്ന് ഓർത്ത് വയ്ക്കണം. ആ മാറ്റം ഇപ്പോൾ ഉദാഹരണത്തിന് 9+3=12 എന്ന് വരുന്നത്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇനി 1:2:1 എന്ന അനുപാതം ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്, കോഡോമിനൻസിന്, കൂടാതെ മെൻഡേലിയൻ ജീനോടൈപ്പിക് റേഷ്യോ എന്നിവയ്ക്കും ബാധകമാണ്. ഈ പറഞ്ഞ 2 പോയിന്റുകളും ഓർത്ത് വയ്ക്കുക കേട്ടോ. പിന്നെ ഈ ഒരു മൊഡ്യൂളിൽ വരുന്ന ഭാഗം ടെസ്റ്റ് ക്രോസ് ആണ്. ടെസ്റ്റ് ക്രോസ് എന്ന് പറയുമ്പോൾ ഒരു അൺനോൺ ജീനോടൈപ്പുള്ള ജീവിയുടെ ജനിതക ഘടന കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ റെസസീവ് പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്ന രീതിയാണ് ടെസ്റ്റ് ക്രോസ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബാക്ക് ക്രോസ്, അപ്പോൾ ടെസ്റ്റ് ക്രോസും ബാക്ക് ക്രോസും തമ്മിലുള്ള വ്യത്യാസം നോക്കണം. ബാക്ക് ക്രോസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു F1 ഹൈബ്രിഡിനെ അതിൻ്റെ ഏതെങ്കിലും ഒരു മാതാപിതാക്കളിൽ ഒന്നിനോട് ക്രോസ് ചെയ്യുന്നതിനെയാണ് ബാക്ക് ക്രോസ് എന്ന് പറയുന്നത്. ആ വ്യത്യാസം ഓർത്ത് വയ്ക്കുക. ടെസ്റ്റ് ക്രോസ് ആണെങ്കിൽ റെസസീവ് പാരൻ്റ് ആയിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. ബാക്ക് ക്രോസ് എന്ന് പറയുമ്പോൾ ഒരു ഇന്നത് എന്ന് പറയണില്ല, ഏതെങ്കിലും ഒരു പാരൻ്റായിട്ട് ക്രോസ് ചെയ്യുക. ഇനി മെൻഡേലിയൻ ട്രെയ്റ്റ്സ് ഇൻ മാൻ എന്ന് പറയുമ്പോൾ മനുഷ്യരിലെ മെൻഡേലിയൻ സ്വഭാവങ്ങളാണ്. മനുഷ്യരിലെ മെൻഡേലിയൻ്റെ നിയമങ്ങളനുസരിച്ച് പാരമ്പര്യമായി ലഭിക്കുന്ന സ്വഭാവങ്ങളാണ്. അതായത് ഉദാഹരണം കണ്ണിൻ്റെ നിറം, ചിലതരം രോഗങ്ങൾ തുടങ്ങിയൊക്കെ. ഇനി മൾട്ടിപ്പിൾ അലീൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ജീനിന് 2-ലധികം അലീൽ രൂപങ്ങൾ ഉണ്ടാവുകയും അവ ഒരു പ്രത്യേക സ്വഭാവത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇത് മൾട്ടിപ്പിൾ അലീൽസ് എന്ന് പറയുന്നത്, മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉദാഹരണം പഠിച്ചിരിക്കണം. മനുഷ്യരിലെ ABO ബ്ലഡ് ഗ്രൂപ്പാണ് കേട്ടോ, അത് ചോദിക്കാറുണ്ട് എക്സാമിന്. പെനിട്രൻസ് ആൻഡ് എക്സ്പ്രസിവിറ്റി, അതെന്താ നോക്കാം. പെനിട്രൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക ജീനോടൈപ്പുള്ള വ്യക്തിയിൽ ആ സ്വഭാവം എത്ര ശതമാനം പ്രകടമാവുന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന ആ ഒരു ടേമാണ് ഏത്? പെനിട്രൻസ് എന്ന് പറയുന്നത്.
എക്സ്പ്രസിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സ്വഭാവം എത്രത്തോളം തീവ്രതയോടെ, അതായത് ഡിഗ്രി ഓഫ് ഇൻറ്റൻസിറ്റി പ്രകടമാകുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഇനി സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിക്കാറുണ്ട്. അത് എന്താണ്? ന്യൂക്ലിയസിന് പുറത്ത് കോശദ്രവ്യത്തിൽ, അതായത് സൈറ്റോപ്ലാസം, മൈറ്റോകോൺട്രിയ അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് ഏത് വേണമെങ്കിൽ ആവാം പോലുള്ള ഓർഗനെല്ലുകളിലെ ജീനുകൾ വഴി സ്വഭാവങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് ഇത് സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ്. മനസ്സിലായില്ലേ? അതായത് ന്യൂക്ലിയസിന് പുറത്ത് വെച്ചിട്ട് സൈറ്റോപ്ലാസത്തിൽ ഏത് വേണമെങ്കിൽ ആവും, മൈറ്റോകോൺട്രിയ അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റോ അങ്ങനെയുള്ള ഏതെങ്കിലും ഓർഗനൽസിലെ ജീന് വഴി സ്വഭാവങ്ങൾ അടുത്ത ഒരു ജനറേഷനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ.